എല്ലാവർക്കും നമസ്കാരം. തുടരും കണ്ടു. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. നല്ല കിടിലം പടം. നമ്മുടെ പഴയ ലാലേട്ടനെ നമ്മൾക്ക് 2.25 മണിക്കൂർ നേരെ ഇങ്ങനെ ഇരുന്ന് കൂരി തിരിച്ചിരുന്ന് കാണാം. ഞാനൊരു പക്ക ലാലേട്ടൻ ഫാനാണ്. ഇത്രയും നല്ലൊരു സിനിമ തന്നതിന് നമ്മുടെ ഡയറക്ടർ തരുൺ മൂർത്തി മുത്തേ, ലവ് യു ഉമ്മ. എന്താണെന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് നമ്മുടെ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഇതിന് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാതിരിക്കാനായിട്ട് പറ്റിയില്ല. എല്ലാവരും ടിക്കറ്റ് എടുത്തോ, ഒന്നും നോക്കണ്ട, ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, ഗ്യാരണ്ടി. നമ്മുടെ ഡയറക്ടറും ഒരു ഫാൻ ബോയ് ആണെന്ന് പല സ്ഥലങ്ങളിലും പുള്ളി എടുത്ത് കാണിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ മോഹൻലാൽ അങ്ങനെ എഴുതി കാണിക്കുന്നു, അവസാനവും മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിക്കുന്നു. അത് കാണുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ്. അതിനിടയ്ക്ക് ലാലേട്ടനെ തന്നെ ട്രോളുന്നുണ്ട്. പല ആളുകളും ഇവിടെ ട്രോൾ ചെയ്ത് ലാലേട്ടൻ ഒരു കോമഡി രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പല 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 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം, ഡോണ്ട് മിസ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിലെ വില്ലനായിട്ട് ചെയ്തിരിക്കുന്ന ആളുടെ പേര് പ്രകാശ് വർമ്മ. പുള്ളി വില്ലനായിട്ട് ലാലേട്ടൻ്റെ കൂടെ കാട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ. പുള്ളിയുടെ ആദ്യത്തെ പടമാണ്. അസാമാന്യമായിട്ട് നമ്മുടെ ഒരു പിടുത്തം കിട്ടാത്തൊരു ക്യാരക്ടർ നല്ല രീതിയിൽ അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെല്ല് വരെ ഒരു നോർമൽ പേസിൽ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി ഇങ്ങനെ പോകുന്നു. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ ആ സമയത്തൊരു ലിഫ്റ്റ് ഉണ്ട് പടത്തിന്. അതിന് ശേഷം അങ്ങോട്ട് എഴുന്നേറ്റ് കൈയടിക്കുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. കണ്ണുകൾ കൊണ്ട് അഭിനയിക്കാമെന്ന് പറയില്ല, ഒരു സീനുണ്ട്. കണ്ണിൻ്റെ ഒരു ഷോട്ടുണ്ട്. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് സിനിമ കണ്ടിട്ട് എൻ്റെ ഒപ്പീനിയൻ പറയാതിരിക്കാനാണ് എനിക്ക് പറ്റിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. പവർഫുൾ പാക്ഡാണ്. ഒരു ഫാമിലി ഡ്രാമയിലൂടെ പോയിട്ട് ഒരു ഭയങ്കര ഒരു ത്രില്ലർ. സ്റ്റോറി ലൈനൊന്നും നമുക്ക് പുതുമയുള്ളതല്ല, പക്ഷേ എന്നാലും സാധനം എടുത്തു വച്ചിട്ടിരിക്കുന്ന രീതി. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബി ജോയാണ്. നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ BGM ചെയ്തിരിക്കുന്നത്. പല നോർമൽ മെലഡി, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആദിവാസികളുടെയൊക്കെ അത് പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഈക്വലായിട്ട് അങ്ങനെ പോകുന്നു ഉള്ളതാണ്. എന്തായാലും കാണുക, തിയേറ്ററിൽ തന്നെ കാണുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, സിനിമയെ വിജയിപ്പിക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു.